Hi students, welcome to the new video of English Talks. English Talksന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Today we are going to discuss Unit 1 Reign of Love in 6th class. 6ാം ക്ലാസ്സിലെ Reign of Love എന്ന ആദ്യ യൂണിറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. Before going to the chapter, I am asking some questions. How many members are there in your family? Who are they? What are they doing? What is your opinion about them? നിങ്ങളുടെ ഫാമിലിയിൽ എത്ര അംഗങ്ങളുണ്ട്? അവർ ആരൊക്കെയാണ്? Who are they? What are they doing? അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? What is your opinion about them? നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ വിവരങ്ങളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. The title of our story is Life with Grandfather. Life with Grandfather എന്നാണ് നമ്മളുടെ ഈ സ്റ്റോറിയുടെ ഹെഡിങ്. This is Raja's family. ഇതാണ് രാജയുടെ കുടുംബം ഈ ചിത്രത്തിൽ കാണുന്നത്. Can you guess who the members of his family are? അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? Whom does Raja like the best in his family? ആരെയാണ് രാജ കൂടുതൽ ആ ഫാമിലിയിൽ ഇഷ്ടപ്പെടുന്നത്? Let us read the story and find out answers to these questions. ഈ സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. My home. Everybody called me Raja. It is not my real name, but I liked being called Raja. എല്ലാവരും എന്നെ രാജ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എൻ്റെ യഥാർത്ഥ പേര് റിയൽ നെയിം രാജ എന്നല്ല. ബട്ട് ഐ ലൈക്ഡ് ബീയിങ് കാൾഡ് രാജ. പക്ഷേ എല്ലാവരാലും രാജ എന്ന് വിളിക്കപ്പെടാനാണ് എനിക്കിഷ്ടം. ഐ ലീവ്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയാണ് ജീവിക്കുന്നത്. ദേ വേർ മൈ ഗാർഡിയൻസ്. അവരായിരുന്നു എൻ്റെ രക്ഷിതാക്കൾ. മൈ മദർ ഡൈഡ് വെൻ ഐ വാസ് യങ്. എൻ്റെ അമ്മ മരിച്ചു. ഞാൻ ചെറുതായിരിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. മൈ ഫാദർ ലെഫ്റ്റ് മീ വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഹൂ ബ്രോട്ട് മീ അപ്പ്. എൻ്റെ അച്ഛൻ എന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താക്കി പോയി. അതിനുശേഷം ഗ്രാൻഡ് പാരൻസാണ് പിന്നീട് എന്നെ വളർത്തി കൊണ്ടുവന്നത്. വി ലീവ്ഡ് ഇൻ എ ലാർജ് ഹൗസ്. ഞങ്ങൾ ഒരു വലിയ വീട്ടിലാണ് ജീവിച്ചത്. ബട്ട് വി വേർ എ സ്മോൾ ഫാമിലി. പക്ഷെ ഞങ്ങൾ ഒരു ചെറിയ കുടുംബമായിരുന്നു. ദർ വേർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് ഐ. അവിടെ ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും പിന്നെ അങ്കിളുമാണ് ഉണ്ടായിരുന്നത്. വി ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലീവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ അവരുടെ സ്വന്തം വീടുകളിലാണ് താമസിച്ചിരുന്നത്. ഗ്രാൻഡ് ഫാദർ വാസ് എ ടോൾ സ്ട്രോങ് മാൻ. ഗ്രാൻഡ് ഫാദർ നല്ല ഉയരമുള്ള ശക്തനായ ഒരാളായിരുന്നു. ഹി ഓൾവേസ് സ്പോക്ക് ഇൻ എ ലൗഡ് വോയിസ്. അദ്ദേഹം വളരെ ഉച്ചത്തിലാണ് സംസാരിച്ചത്. ഹി ന്യൂ എവരി വൺ ഇൻ ദി വില്ലേജ്. അദ്ദേഹത്തിന് ഗ്രാമത്തിലുള്ള എല്ലാവരെയും അറിയുമായിരുന്നു. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. അവിടെയുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചു. ദേ കെയിം ടു ഹിം ഫോർ അഡ്വൈസ് ആൻഡ് ഹെൽപ്പ്. അവർ പല ഉപദേശങ്ങൾ തേടാനും അതുപോലെ സഹായത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറ്റിൽ. ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് രാജ പറയുന്നത്. ഗ്രാൻഡ് മദർ വളരെ കൈൻഡായിരുന്നു, ദയുള്ള നല്ല മൃദുല സ്വഭാവമുള്ള ജെൻറ്റിലായ ആളായിരുന്നു. ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. അവരെന്നെ എപ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു, കെയർ ചെയ്തു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. അവരെന്നെ നിഴൽ പോലെ പിന്തുടർന്നു, ഷാഡോ പോലെ പിന്തുടർന്നു. സേയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത് ഓർ ഗോ ടു ബെഡ്. അങ്ങനെ പറഞ്ഞിട്ട്, അതായത് ഷീ വുഡ് ഫോളോ മീ ലൈക്ക് ഷാഡോ, നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ട് അവർ പറയും, ഈ പാല് കുടിക്ക്, ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ്, ഹാവ് യുവർ ബാത്ത്, കുളിക്ക്, അല്ലെങ്കിൽ ഓർ ഗോ ടു ബെഡ്, കിടക്കാൻ പോയിക്കോ എന്നൊക്കെ പറയും. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. പക്ഷെ ഞാനിതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. അവർ എന്നെ നിഴൽ പോലെ പിന്തുടരുന്നൊന്നും എനിക്കിഷ്ടമല്ലെങ്കിലും ഐ സ്റ്റിൽ ലവ്ഡ് ഹെർ വെരി മച്ച്. ഇപ്പോഴും ഞാൻ അവരെ വളരെയധികം ഇഷ്ടപ്പെട്ടു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. ഇനി അങ്കിളിനെ കുറിച്ചാണ് രാജ പറയുന്നത്. അങ്കിള് യങ് ആയിരുന്നു, വളരെ ചെറുപ്പമായിരുന്നു. പിന്നെ അദ്ദേഹം വളരെ ബുദ്ധിശാലി, ക്ലവർ ആയിരുന്നു. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അദ്ദേഹം ഗ്രാൻഡ് ഫാദറിനെ സഹായിച്ചു. ഗ്രാൻഡ് ഫാദറിനെ അദ്ദേഹത്തിൻ്റെ വയലുകളും പൂന്തോട്ടങ്ങളൊക്കെ നോക്കി നടത്തുന്നതിലൊക്കെ ഈ അങ്കിൾ സഹായിച്ചു. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്.
ഇനി ജനങ്ങളൊക്കെ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്കിളിനെ വളരെയധികം ഇഷ്ടമായിരുന്നു ആളുകൾക്കൊക്കെ. ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. എനിക്കും അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. രാജ പറയാണ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. ഞാൻ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുമ്പോഴെല്ലാം, എനിക്ക് പ്രശ്നം വരുമ്പോഴെല്ലാം അങ്കിള് എന്നെ സഹായിക്കുമായിരുന്നു. അങ്കിൾ വുഡ് കം ടു മൈ ഹെൽപ്പ്. അങ്കിൾ എൻ്റെ സഹായത്തിനെത്തുമായിരുന്നു. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. അറ്റ് ഹോം വീട്ടിൽ ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. എനിക്ക് കളിക്കാൻ കൂട്ടുകാരുണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. ഞാൻ മറ്റു കുട്ടികളുമായി കളിക്കാൻ പോകുന്നത് ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക്. ഹി ബിലീവ്ഡ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ് ഇഫ് ഐ ഡിഡ് സോ. ഞാൻ അങ്ങനെ പുറത്തു പോയി കളിച്ചാൽ ഞാൻ നശിച്ചു പോകുമെന്ന് ഗ്രാൻഡ് ഫാദർ വിചാരിച്ചു. ഹി ബിലീവ്ഡ്, അദ്ദേഹം വിശ്വസിച്ചു. ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ്, ഞാൻ നശിച്ചു പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ്. മറ്റുള്ള കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബിക്കോസ് ദേ വേർ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. കാരണം അവർക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നു. ദേ വേർ അഫ്രൈഡ്. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയം, പേടി എന്നാണ് അർത്ഥം. അപ്പോൾ അവർക്ക് ഗ്രാൻഡ് ഫാദറിനെ പേടിയായിരുന്നത് കാരണം മറ്റു കുട്ടികൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നില്ല, വരാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഡിഡ് നോട്ട് ലൈക്ക് ടു കം. യെറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൾ. എങ്കിലും ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയുള്ള ജീവിതം വിരസമായിരുന്നില്ല. ഐ ലൈക്ഡ് മൈ ഹോം ആൻഡ് ദി വെരി ലാർജ് ഗാർഡൻ ഓൾ അറൗണ്ട് ഇറ്റ്. ആ വീടും അതിന് ചുറ്റുമുണ്ടായിരുന്ന വലിയ പൂന്തോട്ടവും ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടു. ദർ വേർ മെനി ട്രീസ് ഇൻ ദി ഗാർഡൻസ്. ആ പൂന്തോട്ടത്തിൽ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു. കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ് ആൻഡ് അതർ കൈൻഡ് ഓഫ് ട്രീസ്. അവിടെ കോക്കനട്ട് ട്രീ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, മറ്റൊരുപാട് തരത്തിലുള്ള മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ദർ വേർ ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ആൻഡ് ഹണി ബീസ്. അവിടെ പക്ഷികളും പൂമ്പാറ്റകളും അതുപോലെ തേനീച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ദർ വേർ മെനി ടാങ്ക്സ് വിത്ത് പ്ലെൻറ്റി ഓഫ് ഫിഷ് ഇൻ ദം. അവിടെ ഒരുപാട് ടാങ്കുകളുണ്ട്. ആ ടാങ്കുകളിലൊക്കെ ധാരാളം മത്സ്യമുണ്ടായിരുന്നു. കിങ് ഫിഷേഴ്സ്, സ്റ്റോക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദി ടാങ്ക്സ് ടു ക്യാച്ച് ദി ഫിഷ്. ആ ടാങ്കുകളിലുള്ള മത്സ്യത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് കിങ് ഫിഷേഴ്സ്, സ്റ്റോക്സ്, അതായത് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ കൊറ്റിയാണ്, കൊക്കുകൾ, അതുപോലെ കിങ് ഫിഷേഴ്സ്, പൊന്മാൻ, അതുപോലെ മറ്റു പക്ഷികളൊക്കെ അങ്ങോട്ട് വരുമായിരുന്നു. ഇൻ എ കോർണർ ഓഫ് ദി കോമ്പൗണ്ട് വാസ് എ ഗ്രോവ് വേർ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഗ്രൂ വൈൽഡ്. ആ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയിൽ ഒരു ചെറിയ വനമുണ്ടായിരുന്നു. ഗ്രോവ് വേർ ട്രീസ്, ഷ്രബ്സ് ആൻഡ് ക്രീപ്പേഴ്സ് ഗ്രൂ വൈൽഡ്. അവിടെ മരങ്ങൾ, ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ, ക്രീപ്പേഴ്സ് വള്ളിച്ചെടികളൊക്കെ വളരെ അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരുന്നു. ഗ്രൂ വൈൽഡ്. ജാക്കൽസ്, മംഗൂസസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഓൾസ് ലിവ്ഡ് ഇൻ ദി ഗ്രോവ്. അപ്പോൾ ജാക്കൽസ് എന്ന് പറഞ്ഞാൽ കുറുനരിയാണ്, അതുപോലെ മംഗൂസസ് കീരികൾ, വൈൽഡ് കാറ്റ്സ് എന്താ പറയുക കാട്ടുപൂച്ചകൾ, അതുപോലെ ആൻഡ് ഓൾസ് ലിവ്ഡ് ഇൻ ദി ഗ്രോ. മൂങ്ങകളൊക്കെ ആ ചെറിയ വനത്തിൽ, ചെറുവനം എന്നാണ് ഗ്രോവിൻ്റെ അർത്ഥം, അവിടെ ജീവിച്ചിരുന്നു. വി ഹാഡ് മെനി കൗസ്, ബുൾസ് ആൻഡ് ബുള്ളോക്സ്. ഞങ്ങൾക്ക് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു, അതുപോലെ കാളകളൊക്കെ ഉണ്ടായിരുന്നു. ലിറ്റിൽ കാവ്സ് പ്ലേഡ് ആൻഡ് റാൻ അബൌട്ട് ഇൻ അവർ ഗാർഡൻ. അങ്ങനെ ഈ പശുക്കിടാങ്ങൾ, കാവ്സൊക്കെ ആ ഗാർഡനിലൂടെ ഓടിക്കളിക്കുമായിരുന്നു. ഐ ലൈക്ഡ് ടു പ്ലേ വിത്ത് കാവ്സ്. ഈ പശുക്കിടാങ്ങൾക്കൊപ്പം കളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഐ ലൈക്ഡ് ടു വാച്ച് ദി ബേർഡ്സ് ഇൻ ദി ഗാർഡൻ. അതുപോലെ ആ പൂന്തോട്ടത്തിലെ പക്ഷികളെ നിരീക്ഷിക്കുന്നതിലൊക്കെ എനിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഐ ലുക്ക്ഡ് ഫോർ ജാക്കൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദി ഗ്രോ. ഈ ചെറുവനത്തിൽ നിന്ന് കുറുനരികൾ, ജാക്കൽസ് വരുന്നതൊക്കെ നോക്കി നിന്നിട്ടുണ്ട് ഞാൻ. അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ഐ റാൻ ആഫ്റ്റർ മംഗൂസസ്. ഞാൻ മംഗൂസസിൻ്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ആൻഡ് ഐ കോട്ട് ബട്ടർഫ്ലൈസ്. അതുപോലെ ഞാൻ പൂമ്പാറ്റകളെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് റെപ്റ്റൈൽസ്, ഉരകങ്ങൾ അല്ലേ, ഇഴജന്തുക്കൾ, അതിനാണ് റെപ്റ്റൈൽസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ രാജ കളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. മേക്കിംഗ് എ ഷവർ. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ഒരു വൈകുന്നേരമാണ്. ഇറ്റ് വാസ് ആൻ ഈവനിങ് ആഫ്റ്റർ എ ഹെവി റെയിൻ. ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള വൈകുന്നേരം നടന്ന ഒരു സംഭവം വിവരിക്കുകയാണ് ഇവിടെ. ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ജാസ്മിൻ ബുഷ് അണ്ടർ ദി സാൻഡൽവുഡ് ട്രീ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്യുന്നത്? ഹി വാസ് പിക്കിംഗ് ഫ്ലവേഴ്സ് അല്ലേ, പൂക്കൾ ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എവിടെ നിന്നാണ്? ജാസ്മിൻ ബുഷ്, അവിടെ മുല്ലപ്പൂവിൻ്റെ ചെടി ഉണ്ടായിരുന്നു. സാൻഡൽവുഡ് ട്രീൻ്റെ, ചന്ദന മരത്തിൻ്റെ താഴെ മുല്ലപ്പൂവിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന്
പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദി ലീവ്സ് ഓഫ് ദി ട്രീ വേർ ഫുൾ ഓഫ് റെയിൻ ഡ്രോപ്സ്. ആ മരത്തിലെ ഇലകളിൽ മുഴുവൻ വെള്ളത്തുള്ളികളുണ്ടായിരുന്നു, മഴത്തുള്ളികളുണ്ടായിരുന്നു. ഐ ന്യൂ ഐ കുഡ് മേക്ക് റെയിൻ ഇഫ് ഐ ഷുക്ക് ദി ട്രീ. ഞാൻ ആ മരം പിടിച്ച് കുലുക്കുകയാണെങ്കിൽ എന്താ പറയുക, റെയിൻ വരും എന്ന് എനിക്കറിയാം, മഴത്തുള്ളികൾ വരും എന്ന് എനിക്കറിയാം. ആൻഡ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വുഡ് ഗെറ്റ് എ ഗുഡ് ഷവർ. എനിക്കും ഗ്രാൻഡ് ഫാദറിനും നല്ലൊരു ഷവർ കിട്ടും അല്ലേ. ഐ ലൈക്ഡ് ബാത്തിങ് ഇൻ ദി റെയിൻ. അപ്പോൾ എനിക്ക് മഴയത്ത് കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഹീ മൈറ്റ് നോട്ട് ലൈക്ക്. പക്ഷേ അദ്ദേഹത്തിന് പക്ഷേ ഇഷ്ടമുണ്ടായിരിക്കില്ല. ബട്ട് ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫൺ. പക്ഷേ അതൊരു വലിയ തമാശയായി, രസമായി മാറും. So I quickly went near the sandalwood tree and shook it with all my strength. അങ്ങനെ ഞാൻ ആ സാൻഡൽവുഡ് ട്രീൻ്റെ അടുത്തേക്ക് ശാന്തമായി പതുക്കെ പോയി. എന്നിട്ട് എൻ്റെ സർവ്വശക്തിയും എടുത്ത് അത് നന്നായിട്ട് കുലുക്കി. ആൻഡ് ഷുക്ക് ഇറ്റ് വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്. ദർ വാസ് എ ഹെവി ഷവർ ആൻഡ് ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ വേർ സോക്ഡ്. അങ്ങനെ അവിടെ നല്ലൊരു ഷവർ വന്നു അല്ലേ, ചാറ്റൽ മഴ വന്നു. അങ്ങനെ ഗ്രാൻഡ് ഫാദറും ഞാനും നന്നായിട്ട് നനഞ്ഞു കുതിർന്നു, സോക്ക്ഡ്. ഐ ലവ്ഡ് ഇറ്റ്. ഞാനത് ഇഷ്ടപ്പെട്ടു. ബട്ട് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട്. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത് ഇഷ്ടമായിരുന്നില്ല. ഹി ടേൺ ടു മീ വിത്ത് ആൻ ആംഗ്രി ലുക്ക്. അദ്ദേഹം എൻ്റെ നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു. ഐ വാസ് ഷുവർ ഹി വുഡ് ക്യാച്ച് മീ ആൻഡ് ബീറ്റ് മീ. എനിക്ക് ഉറപ്പായിരുന്നു അദ്ദേഹം എന്നെ പിടിച്ച് തല്ലും, ബീറ്റ് ചെയ്യും. സോ ഐ റാൻ. അതുകൊണ്ട് ഞാൻ ഓടി. ഹി റാൻ ആഫ്റ്റർ മീ. അദ്ദേഹം എൻ്റെ പിന്നാലെ ഓടി. ഐ റാൻ ഫാസ്റ്റ്. അങ്ങനെ ഞാൻ വേഗത്തിലോടി. ബട്ട് ഹി റാൻ ഫാസ്റ്റർ. അപ്പോൾ അദ്ദേഹം അതിനേക്കാളിലും വേഗത്തിലോടി. ഹി ഹാഡ് ഓൾമോസ്റ്റ് കോട്ട് മീ വെൻ ഹി സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. അപ്പോൾ അദ്ദേഹം എന്നെ പിടിക്കാൻ ഏകദേശം ആയപ്പോൾ അദ്ദേഹം അവിടെ വഴുതി വീണു, സ്റ്റംബിൾഡ് ആൻഡ് ഫെൽ. ഐ റാൻ എവേ ടു ദി പാഡി ഫീൽഡ്സ് ആൻഡ് ഹൈഡ് മൈസെൽഫ് ദർ. അങ്ങനെ ഞാൻ ഓടി, നെൽപ്പാടത്തേക്ക് ഓടി, അവിടെ സ്വയം ഒളിച്ചിരുന്നു. ഐ ഹിയർഡ് ഗ്രാൻഡ് ഫാദർ ഷൗട്ട് ദാറ്റ് ഹി വുഡ് ടീച്ച് മീ എ ലെസൺ വെൻ ഐ കെയിം ബാക്ക് ഹോം. അവിടെ നിന്ന് ഞാൻ കേട്ടു ഗ്രാൻഡ് ഫാദർ ഉച്ചത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഞാൻ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഐ ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ഹോം ബിക്കോസ് ഐ ഫിയർഡ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് മീ. എനിക്ക് വീട്ടിൽ പോകാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ ചെന്നാൽ ഗ്രാൻഡ് ഫാദർ എന്നെ തല്ലും. ഐ സ്റ്റേഡ് ഓൺ ഇൻ ദി ഫീൽഡ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ വയലിൽ തന്നെ തങ്ങി നിന്നു. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡോഗ്. അങ്ങനെ ഇരുട്ട് വരാൻ തുടങ്ങി. ഐ വാസ് അഫ്രൈഡ് ടു സ്റ്റേ ദർ എലോൺ ഇൻ ദി ഡാർക്ക്നെസ്. എനിക്കവിടെ ഒറ്റയ്ക്ക് ആ ഇരുട്ടിൽ നിൽക്കാൻ പേടിയായിരുന്നു. ഐ റിമെമ്പേർഡ് ആൾ ദി ഗോസ്റ്റ് സ്റ്റോറീസ് ഐ ഹാഡ് ഹിയർഡ്. ഞാൻ അതുവരെ കേട്ട എല്ലാ പ്രേത കഥകളൊക്കെ എൻ്റെ മനസ്സിലൂടെ ഓടി വന്നു, ഗോസ്റ്റ് സ്റ്റോറീസ്. ഐ സ്റ്റുഡ് അപ്പ്. അങ്ങനെ ഞാൻ എണീറ്റ് നിന്നു. ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ദെൻ റാൻ ടുവേർഡ്സ് ഹോം. അങ്ങനെ ഞാൻ ചുറ്റും നോക്കി, എന്നിട്ട് വീട്ടിലേക്ക് ഓടി. ഐ വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു ഫേസ് ഗ്രാൻഡ് ഫാദർ. എനിക്കിപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ അഭിമുഖീകരിക്കാൻ, ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഐ ഡിഡ് നോട്ട് ഗോ ഇൻസൈഡ് ദി ഹൗസ്. അതുകൊണ്ട് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. ഐ വെൻറ്റ് ടു ദി കൗഷെഡ് ആൻഡ് ടുക്ക് ഷെൽട്ടർ ഇൻ ദി ലോഫ്റ്റ്. അങ്ങനെ ഞാൻ കൗഷെഡിൽ പോയി, പശുവിൻ്റെ ആലയിൽ പോയിട്ട് അതിൻ്റെ തട്ടിൻപുറത്ത് അഭയം തേടി. ടുക്ക് ഷെൽട്ടർ ഇൻ ദി ലോഫ്റ്റ്. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം. ഫ്രം ദർ ഐ കുഡ് സീ ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദി വരാന്ത സേയിങ് ഹിസ് പ്രേയേഴ്സ്. അവിടെ ഞാൻ കണ്ടു ഗ്രാൻഡ് ഫാദർ വരാന്തയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഗ്രാൻഡ് മദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പോൾ ഗ്രാൻഡ് മദർ എന്നെ കാത്തിരിക്കുകയായിരുന്നു. വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ് ഷീ ലുക്ക്ഡ് ഫോർ മീ എവരിവെയർ ഇൻ ദി ഹൗസ്. അങ്ങനെ ഞാൻ തിരിച്ചു ചെല്ലാത്തത് കണ്ടപ്പോൾ അവരെന്നെ വീട്ടിലെല്ലായിടത്തും തിരഞ്ഞു. ദെൻ ഷീ കെയിം ഔട്ട് ആൻഡ് കോൾഡ് അലൗഡ് ഫോർ മീ. അങ്ങനെ അവർ പുറത്തു വന്നിട്ട് എന്നെ ഒച്ചത്തിൽ വിളിച്ചു. തിങ്കിങ് ദാറ്റ് ഐ വാസ് സംവെയർ ഇൻ ദി ഗാർഡൻ. ഞാൻ ഗാർഡനിൽ എവിടെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആണ് അവരങ്ങനെ വിളിച്ചത്. ഷീ ഡിഡ് നോട്ട് ഗെറ്റ് എനി ആൻസർ. പക്ഷെ അവർക്കൊരു ഉത്തരവും കിട്ടിയില്ല. ദെൻ ഷീ വെൻറ്റ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക്ഡ് ഹിം വേർ ഐ വാസ്. അങ്ങനെ അവർ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു ഞാൻ എവിടെയായിരുന്നു എന്ന്. യു ലുക്ക് ഫോർ ഹിം ഇൻ ദി ഹൗസ്. ഗ്രാൻഡ് ഫാദർ സെറ്റ് ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, നീ അവനെ വീട്ടിൽ നോക്കുകയാണോ? അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. ഹീ ഈസ് നോട്ട് ഇൻ ദി ഹൗസ്. ഗ്രാൻഡ് മദർ സെറ്റ്. ഗ്രാൻഡ് മദർ പറഞ്ഞു, അവൻ വീട്ടിലില്ല. ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. ഞാൻ അവനെ എല്ലായിടത്തും നോക്കി. ഇനി അടുത്ത ഭാഗം നോക്കൂ. ദി ന്യൂസ് സ്പ്രെഡ്സ്. വാർത്ത വ്യാപിച്ചു. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് അലൗഡ്. അങ്ങനെ ഗ്രാൻഡ് ഫാദർ എണീറ്റ് നിന്നു പുറത്തു പോയി ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. കം രാജ കം.
രാജാ വരൂ, ഐ വോണ്ട് ബീറ്റ് യു, ഞാൻ നിന്നെ തല്ലൂല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, പക്ഷേ ഞാൻ മറുപടിയൊന്നും കൊടുത്തില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ, കാരണം ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്നെ അടിക്കുമെന്ന്. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെറ്റ്, അങ്ങനെ ഗ്രാൻഡ് മദറിന് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, ഹി വോണ്ട് കം, അവനിനി വരില്ല. യു ഡ്രോ ഹിം എവേ, നിങ്ങൾ അവനെ ആട്ടിപ്പായിച്ചു. ഐ ഹിയർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം ഇഫ് ഹി കെയിം ഹോം, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാണ്, അവൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവനെ തല്ലുമെന്ന്. പുവർ ചൈൽഡ്, പാവക്കുട്ടി. ഹീ ഈസ് അഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹാസ് റൺ അവേ, അവൻ നിങ്ങളെ പേടിച്ചിട്ട് ഓടി ഒളിച്ചു. ഗ്രാൻഡ് ഫാദർ കാൾഡ് ദി സെർവൻസ് ആൻഡ് ആസ്ക്ഡ് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ, അങ്ങനെ ഗ്രാൻഡ് ഫാദർ അവിടുത്തെ വേലക്കാരെയൊക്കെ വിളിച്ചു, എന്നിട്ട് എന്നെക്കുറിച്ച് തിരയാൻ പറഞ്ഞു. ദേ വെൻറ്റ് ഔട്ട് ബട്ട് ആഫ്റ്റർ എ വൈൽ റിട്ടേൺ ടു സേ ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ, അവരെല്ലാവരും പുറത്തു പോയി എനിക്ക് വേണ്ടി തിരഞ്ഞു, പക്ഷേ അവരെല്ലാവരും അവസാനം വന്ന് പറഞ്ഞു എന്നെ കണ്ടില്ല എന്ന്. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്, അങ്ങനെ ഗ്രാൻഡ് മദർ കരയാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കരയാം. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദി കോർട്ട്യാർഡ്, അങ്ങനെ ഗ്രാൻഡ് ഫാദർ മുറ്റത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ദി ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്, അങ്ങനെ ഞാൻ എന്നെ കാണാനില്ല എന്നുള്ള വാർത്ത വ്യാപിച്ചു പരന്നു. അവർ നൈബേഴ്സ് കെയിം ഫസ്റ്റ്, ആദ്യം ഞങ്ങളുടെ അയൽക്കാർ വന്നു. ദെൻ അവർ റിലേറ്റീവ്സ്, പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് ദെൻ അതേഴ്സ് ഹു ഹാഡ് ഹിയർഡ് ദി ബാഡ് ന്യൂസ്, അങ്ങനെ ഈ മോശപ്പെട്ട വാർത്ത കേട്ടവരെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ തുടങ്ങി. മെനി കെയിം ടു ഓഫർ ദെയർ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ, അങ്ങനെ ഒരുപാട് പേര് ഗ്രാൻഡ് മദറിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്, ഗ്രാൻഡ് ഫാദറിന് ഇതൊന്നും ഇഷ്ടമായിരുന്നില്ല. ഹി ഷൗട്ട്, അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു, നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദി ബോയ്, അവനൊന്നും സംഭവിച്ചിട്ടില്ല. ഹി ഈസ് ഹൈഡിങ് സംവെയർ, അവൻ ഇവിടെ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. കാൺ സം ഓഫ് യു ഗോ ഔട്ട് ആൻഡ് ഫൈൻഡ് ഹിം ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ, അദ്ദേഹം പറഞ്ഞു, കാൺ സം ഓഫ് യു ഗോ ഔട്ട്, നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും പുറത്തു പോയിക്കൂടെ, ആൻഡ് ഫൈൻഡ് ഹിം, നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ ശ്രമിച്ചൂടെ, ഇൻസ്റ്റെഡ് ഓഫ് വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ, നിങ്ങളിവിടെ സമയം ചിലവാക്കുന്നതിന് പകരം. സം ഓഫ് ദം വെൻറ്റ് ഔട്ട് ടു സെർച്ച് ഫോർ മീ, അങ്ങനെ കുറച്ച് ആൾക്കാർ എനിക്ക് വേണ്ടി തിരയാൻ വേണ്ടിയിട്ട് പോയി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്, അങ്ങനെ വീണ്ടും വീണ്ടും കുറേ ആളുകൾ എത്താൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു ജനക്കൂട്ടമായി മാറി. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ആൾ ഹർ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ, ആ സമയത്ത് ഗ്രാൻഡ് മദറിന് എന്നെ കാണുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയി. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിങ് ദി പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്, ഞാൻ എത്ര നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ അവർ ആ കൂടി നിന്ന ജനങ്ങളോട് പറയാൻ തുടങ്ങി. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് മീ, അങ്ങനെ എന്നെ തിരയാൻ പോയ ആളുകൾ എന്നെ കണ്ടെത്താതെ അവർ മടങ്ങി വന്നു. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി, അങ്ങനെ ഗ്രാൻഡ് മദർ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ദി വിമൻ ഇൻ ദി ക്രൗഡ് ആൾസോ വെപ്റ്റ്, അപ്പോൾ കൂടെ നിന്ന് ആ സ്ത്രീകളും കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദി ഹൗസ് ജോയിൻ ഇൻ ദി വെയിലിംഗ്, അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാരും ഒക്കെ അവരുടെ കൂടെ ദുഃഖം പങ്കിടാൻ തുടങ്ങി. ദേ ഓൾ ആക്ട് ആസ് ഇഫ് ഐ വേർ ഡെഡ്, അവരെല്ലാവരും ഞാൻ മരിച്ചു എന്നുള്ള പോലെയാണ് അവരെല്ലാവരും ആക്ട് ചെയ്തത്. ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ, അങ്ങനെ എനിക്ക് ഗ്രാൻഡ് മദറിനോട് ഭയങ്കര ദയ തോന്നി. ഐ വാണ്ടഡ് ടു കം ഔട്ട്, എനിക്ക് തിരിച്ചു വരണമെന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ, ഗ്രാൻഡ് ഫാദർ നല്ല ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്, പക്ഷേ ആ സമയത്ത് ഞാൻ അറിഞ്ഞു അദ്ദേഹവും വളരെയധികം ദുഃഖിച്ചാണ് നിൽക്കുന്നത്. ഹീ ഡിഡ് നോട്ട് ഹൗ എവർ ലൂസ് ഹോപ്പ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നില്ല. ഹീ സ്റ്റുഡ് അപ്പ്, ടേൺ ഇൻ ദി ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്, അങ്ങനെ അദ്ദേഹം എണീറ്റ് നിന്ന് ഞങ്ങളുടെ ഫാമിലി ടെമ്പിളിന് നേരെ തിരിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ്, ഹീ സെറ്റ്, എന്നെ സഹായിക്കൂ, അദ്ദേഹം പറഞ്ഞു. ഗീവ് മീ മൈ ചൈൽഡ്, ഐ വാണ്ട് ഹിം നൗ, എൻ്റെ കുട്ടിയെ തിരിച്ചു തരൂ. ഐ വാണ്ട് ഹിം നൗ, എനിക്ക് അവനെ ഇപ്പോൾ വേണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്കിനി കാത്തു നിൽക്കാൻ കഴിയില്ല. ഹീ ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ, അങ്ങനെ അദ്ദേഹം എണീറ്റ് നിന്ന് നിശബ്ദമായി പ്രാർത്ഥിച്ചു. അറ്റ് ദി മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ, ആ സമയത്താണ് അങ്കിൾ തിരിച്ചു വന്നത്. ഹീ ലേൺ വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം, വീട്ടിലെന്താ സംഭവിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പഠിച്ചു. ഹീ ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്, അങ്ങനെ അദ്ദേഹം ചുറ്റും നോക്കി, എന്നിട്ട് അദ്ദേഹം ഊഹിച്ചു ഞാൻ എവിടെയാണെന്ന്. ഗസ്ഡ് വേർ ഐ വാസ്, ഞാൻ എവിടെ ആയിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു. ഹീ കെയിം ടു ദി കൗ ഷെഡ്, അങ്ങനെ അദ്ദേഹം കൗ ഷെഡിലേക്ക് വന്നു. ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ, അങ്ങനെ അദ്ദേഹം എന്നോട് അവിടുന്ന് എണീറ്റ് പോരാൻ പറഞ്ഞു. ഐ കെയിം ഡൗൺ, അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദി ഹൗസ്,
അങ്കിൾ എന്നെ വീട്ടിലേക്ക് എത്തിച്ചു. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺ. അങ്ങനെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ്, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്, അങ്ങനെ എന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലെടുത്തു സന്തോഷം കൊണ്ട്. ഹഗ്ഡ് മീ ആൻഡ് സെറ്റ്, അങ്ങനെ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഗോഡ് ഹിയർഡ് മൈ പ്രയേഴ്സ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ആൻഡ് ഹാസ് ഗീവൺ യു ബാക്ക് ടു അസ്, അങ്ങനെ ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു തന്നു. ഇനി നമുക്ക് ഈ സ്റ്റോറി എഴുതിയ അതിൻ്റെ രചയിതാവിനെ, ഓഥറെ ഒന്ന് പരിചയപ്പെടാം. കേശവൻ ശങ്കരപ്പിള്ള. 1902 അദ്ദേഹം ജനിച്ചത്. 1989 അദ്ദേഹം മരിക്കുകയും ചെയ്തു. നോൺ ആസ് ശങ്കർ വാസ് എൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. അദ്ദേഹം ശങ്കർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹം ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു. ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഇന്ത്യൻ കാർട്ടൂൺസിൻ്റെ പിതാവായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. ഹീ ഈസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കാർട്ടൂണിൽ ആണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഹീ ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957 ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം ഇൻ 1965. അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നുണ്ട് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ. 1957 അദ്ദേഹം സ്ഥാപിച്ചതാണ്. അതുപോലെ മറ്റൊരു സ്ഥാപനം അദ്ദേഹം സ്ഥാപിച്ചത് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയമാണ് 1965. ശങ്കർ വോൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ 1956. അദ്ദേഹം 1986 പത്മശ്രീ അവാർഡ് നേടിയിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ 1966 1966. അതുപോലെ പത്മവിഭൂഷൺ 1976 1976. His work Life with Grandfather is a fiction published in 1953. 1953 ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഈ കൃതി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. ഈസ് എ ഫിക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കൽപ്പിത കഥ. ഈ കഥ പബ്ലിഷ് ചെയ്തത് 1953. ഇംഗ്ലീഷ് ടോക്സിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക.